കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2023 നടന്ന ക്രൂരതയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തെത്തിയത് ഇന്ന്. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് BS-നാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യം നിയമ പോരാട്ടത്തിലൂടെയാണ് സുജിത്ത് നേടിയെടുത്തത്. CCTV ഇല്ലാത്ത സ്ഥലത്തെത്തിച്ചും തന്നെ പോലീസ് പൊതിരത്തല്ലിയെന്ന് സുജിത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഏപ്രിൽ 5 അർദ്ധരാത്രിയായിരുന്നു സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദനമേറ്റത്. നമ്മൾ ഇന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ വിവരം പുറത്തുവിട്ടിരുന്നു. അതായത് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ വളരെയേറെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുജിത്തിന് ലഭിച്ചത്. അതായത് ആ മർദ്ദനം നടന്ന ആ ദിവസം മുതൽ അദ്ദേഹം ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സംഭവം നടന്ന അന്ന് രാത്രി സുജിത്തിൻ്റെ സുഹൃത്തുക്കൾ കുന്നംകുളത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നും വന്ന കുന്നംകുളം SI നൂഹ്മാൻ ഉൾപ്പെടെയുള്ള സംഘമാണ് അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. പിന്നീട് ഈ യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് സുജിത്ത് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തിനാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തതോടുകൂടി പോലീസ് നേരെ സുജിത്തിന് നേരെ തിരിയുകയായിരുന്നു. 2023 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. എൻ്റെ നാട്ടില് എൻ്റെ കൂട്ടുകാര് രാത്രിയാകുമ്പോൾ ഒരു പൂരം ഉത്സവം കഴിഞ്ഞ് എൻ്റെ വിഷ്വൽസ് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. SI നുഹ്മാൻ, ഷുഹൈർ, ഡ്രൈവർ, രണ്ടുപേര് വന്നിട്ട് അവരുമായിട്ട് വാക്കുതർക്കുണ്ടാവാനുള്ള കാരണം ചോദിച്ചപ്പോൾ എന്നെ നീ ആരുടെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. ജീപ്പിന്റെ ബാഗിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് ഡോർ തുറന്നിട്ട് സജീവൻ സാറ് തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനകത്തേക്ക് സുജിത്തിനെ എത്തിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വിവിധ മുറികളിലായി CCTVയുടെ താഴെ തന്നെ CCTV ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് കൂടി അതിനെ യാതൊരു വിധത്തിലും വില വയ്ക്കാതെ ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള തരത്തിൽ ആയിരുന്നു പോലീസിന്റെ ഒരു പെരുമാറ്റം. അതിക്രൂരമായി ക്യാമറ ഇല്ലാത്ത ഇടങ്ങളിൽ പോലും സുജിത്തിന് മർദ്ദനമേറ്റു എന്നാണ് സുജിത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. നേരെ സ്റ്റേഷനിലേക്ക് വന്ന് കയറി ലാത്തി എടുത്തിട്ട് സന്ദീപ് സാറ് ഇവരെല്ലാവരും കൂടി തന്നെ സ്റ്റേഷന്റെ മേലേക്ക് കൊണ്ടുപോയി. സന്ദീപ് എന്നുള്ള അവിടുത്തെ കോൺസ്റ്റബിൾ ഉണ്ട്, ആളും പിന്നെ സജീവൻ, പിന്നെ ശശീധരൻ, SI ആയിരുന്ന നുഹ്മാൻ, സുഹൈർ, ഒരു 5 പേരും കൂടിയിട്ടാണ് എന്നെ നല്ല ക്രൂരമായിട്ട് മർദ്ദിപ്പിച്ചത്. തെറിയും പറയുന്നുണ്ട്, നല്ലപോലെ തെറിയ പറയുന്നുണ്ട്. ഞാൻ മദ്യപിച്ചിട്ട് അവരെ വാക്കുകാർക്കുണ്ടായി എന്നാണ് അവർ പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം നേരെ പോലീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സുജിത്തിന് എതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതായത് മദ്യപിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഇത്തരത്തിൽ ഈ സുജിത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ സുജിത്തിനെ വൈദ്യപരിശോധനയിൽ വിധേയമാക്കിയതോടുകൂടി ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായി. അതോടുകൂടി കോടതി സുജിത്തിനെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. പിന്നീട് ഈ കേസിൽ വെറുതെ വിടുകയും ചെയ്തു. സുജിത്തിൻ്റെ ഈ ഒരു സംഭവത്തിൽ, അതായത് സുജിത്തിൻ്റെ പരാതിയിലാണ് ഇത്തരത്തിൽ ഈ പോലീസുകാർക്കെതിരെ, അന്ന് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കോടതി നേരിട്ട് കേസെടുത്തത്. അന്നത്തെ കുന്നംകുളം SI ആയിരുന്ന SI നുഹ്മാൻ, അതിനോടൊപ്പം തന്നെ സന്ദീപ്, സജിത്ത്, അതിനോടൊപ്പം തന്നെ ശശീധരൻ എന്ന് പറയുന്ന 4 പോലീസുകാർക്കെതിരെയാണ് നിലവിൽ കോടതി കേസെടുത്തിരിക്കുന്നത്. 2023 നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയാണ് നമ്മൾ പുറത്തുവിട്ടത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ, CPO ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരാണ് കേസിൽ പ്രതികളായിരുന്നത്. വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു സ്ഥലം മാറ്റം മാത്രം നൽകി അവരെ സംരക്ഷിക്കുകയാണ് സേന. ക്രൂരമർദ്ദനത്തിന് നേതൃത്വം നൽകിയ SI നുഹ്മാൻ ഇപ്പോൾ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലെ SI ആണ്.
ശശീന്ദ്രൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും സജീവൻ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും സന്ദീപ് മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലും CPOമാരായി ജോലി ചെയ്യുന്നു. ക്രമസമാധാന ചുമതലകൾ ഇപ്പോഴും വഹിക്കുന്നു. വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി വേതന വർധനവ് തടഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾക്കായി കാത്തിരിക്കണമെന്ന ന്യായീകരണമാണ് പോലീസിന് പറയാനുള്ളത്. 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് വന്ന പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ CCTVകളൊക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത്. 3 ആളുകളെ ശിക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. രാഷ്ട്രീയ സ്വാധീനം പോലീസുകാർക്കുണ്ടെന്നും ആ സംരക്ഷണം അവർക്ക് ലഭിച്ചു എന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. പോലീസ് സേനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു, CCTV ദൃശ്യങ്ങൾ പുറത്തു പോകുകയില്ല. അതിൻ്റെ ധാർഷ്ട്യമാണ്, അഹങ്കാരത്തിലാണ് ഈ SIയും CPOമാരും കൂടെ തല്ലിച്ചതച്ചിട്ടുള്ളത്. ആകെ 5 പോലീസുകാരാണ് സുജിത്തിനെ വർദ്ധിച്ചത്. ഒരാൾ വകുപ്പ് മാറി റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുകയാണ്. ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. നിയമ പോരാട്ടത്തിലൂടെ എല്ലാവർക്കും ശിക്ഷ വാങ്ങി നൽകുമെന്ന ഉറച്ച നിലപാടാണ് പരാതിക്കാരനുള്ളത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.